ഹലോ നമസ്കാരം. പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളിൽ ഒരു കലണ്ടറിൻ്റെ കുറവുണ്ടാവും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ടേബിളിൽ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു കുട്ടി ഡെസ്ക് കലണ്ടറാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ട് 2 കാർഡ്ബോർഡിൻ്റെ പീസാണ് വേണ്ടത്. ഇതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്കിങ്ങനെ വി ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ 2 പീസ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഗം വെച്ച് ഒട്ടിച്ചാലും മതി. പിന്നെ ഒരു സിംഗിൾ പീസ് കാർഡ്ബോർഡും കൂടി വേണം. ഇത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കണം. ആദ്യം ആ സിംഗിൾ പീസ് കാർഡ്ബോർഡ് സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് വി ഷേപ്പിലുള്ള ആ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഒരു കൂടാരം പോലെ ഇരിക്കണം. എന്നിട്ട് 2 സൈഡിലും ഗമ്മ് തേച്ചൊട്ടിക്കാം. ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടൂല. ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവി ബോണ്ടോ ഫെവിക്വിക്കോ ഒക്കെ വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഞാനിപ്പോൾ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതൊന്ന് കവർ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ലാവൻഡർ കളർ ഷെയ്ഡിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിൽ മാത്രമേ ഞാൻ ഒട്ടിച്ചിട്ടുള്ളൂ. അകത്തൊന്നും ഒട്ടിക്കണമെന്നില്ല. അത് അങ്ങനെ അങ്ങോട്ട് കാണില്ല. അതുകൊണ്ട് ഞാൻ ഒട്ടിച്ചിട്ടില്ല. ഇനി ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സിൽ നിന്ന് 5 സെൻറ്റിമീറ്ററിലുള്ള കുറച്ച് സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 കളേഴ്സിലാണ് ഞാൻ ഈ സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ മാത്രമാക്കി എടുക്കാം, അല്ലെങ്കിൽ പല കളേഴ്സ് എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ട് നോക്കി ചെയ്താൽ മതി. ടോട്ടൽ 50 സ്ക്വയർ പീസസ് ആണ് നമുക്ക് വേണ്ടത്. ഡേറ്റ് എഴുതാൻ വേണ്ടി 31 എണ്ണവും, മന്ത് എഴുതാൻ വേണ്ടിയിട്ട് 12 എണ്ണവും, പിന്നെ വീക്ക് എഴുതാൻ 7 എണ്ണവും. അങ്ങനെ ടോട്ടൽ 50 എണ്ണമാണ് വേണ്ടത്. എല്ലാ സ്ക്വയേഴ്സിനും ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ അങ്ങ് എഴുതുന്നതിലും ഭംഗി ഒരു ബോർഡറൊക്കെ വരച്ചിട്ട് എഴുതുമ്പോഴായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് 3 സെറ്റാണ് വേണ്ടത്. ഒരു സെറ്റിൽ ഡേറ്റ് എഴുതാൻ. അപ്പോൾ 1 മുതൽ 31 വരെ ഡേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്ത സെറ്റിൽ മന്താണ്. ജനുവരി മുതൽ ഡിസംബർ വരെ, അങ്ങനെ 12 എണ്ണം എഴുതി കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ സെറ്റിൽ വീക്കാണ് എഴുതേണ്ടത്. അപ്പോൾ സൺഡേ മുതൽ സാറ്റർഡേ വരെ എഴുതിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒരേപോലെ തന്നെ മുകളിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലും കോമ്പസ് വെച്ചിട്ട് ഞാൻ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇട്ട് കൊടുക്കണം. അടുത്തതൊരു ത്രെഡ് വേണം. ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഫസ്റ്റ് സെറ്റ് റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് സെറ്റിൻ്റെ ആ പേപ്പേഴ്സിൻ്റെ അകത്ത് കൂടി ഈ ഒരു നൂല് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ കാർഡ്ബോർഡിൻ്റെ അകത്തുകൂടി കോർത്ത് കൊടുക്കണം. എന്നിട്ട് മുകളിൽ കെട്ടിട്ട് കൊടുക്കാം. ആ കെട്ട് ബാക്ക് സൈഡിലേക്ക് ആക്കി വെച്ചാൽ മതി. ഇതുപോലെ തന്നെ അടുത്ത 2 സെറ്റും ചെയ്യണം. അപ്പോൾ നമ്മുടെ കലണ്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡേറ്റായി, മന്തായി, ഡേ ആയി. ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോ ദിവസവും ഈ ഡേറ്റ് മാറ്റി കൊടുക്കണേന്ന് നോക്കാം. ആദ്യം ഡേറ്റ് മാറ്റാം. ഇന്ന് ജനുവരി 2 ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളത് മുകളിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ബാക്ക് സൈഡിൽ അങ്ങനെ നിന്നോളും. പിന്നെ നമുക്ക് ഡേ മാറ്റി കൊടുക്കാം. സാറ്റർഡേ മാറ്റിയിട്ട് സൺഡേ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിപ്പോയി. അപ്പോൾ ഞാൻ ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2022 എന്ന് എഴുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഹാർട്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തുടർന്നും വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടുന്നതായിരിക്കും. 2022 എന്നുള്ളത് ഞാൻ സെൻറ്ററിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ബട്ടർഫ്ലൈസ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളിലേക്ക് വെക്കാനായിട്ടുള്ള കുട്ടി ഡെസ്ക് കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് എളുപ്പത്തിൽ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലൊരു കലണ്ടർ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷവും നമ്മളൊരു ഡെസ്ക് കലണ്ടറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി തരിക. പിന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.